ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മലയാളമാണ് കേട്ടോ നോക്കുന്നത്. മലയാളം പാർട്ട് 1ലെയും പാർട്ട് 2ലെയും അതുപോലെ തന്നെ മലയാളം സെക്കൻഡിലെയും എല്ലാ പര്യായ പദങ്ങളും നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കണം കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് കുറഞ്ഞ ദിവസങ്ങൾ ബാക്കി. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ക്ലാസ് കണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കട്ടോ. നോട്ട് ചെയ്താന്നുള്ളതല്ല, ഈ ഒരു ക്ലാസ്സിനോടൊപ്പം തന്നെ പഠിച്ചു പോകട്ടോ. ഏതെങ്കിലും 1-2 ഒക്കെ കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന വേർഡ്സ് മാത്രം നോട്ട് ചെയ്യാം. നമുക്ക് ആദ്യം മലയാളം പാർട്ട് 1ലെ പര്യായ പദങ്ങൾ നോക്കാം. പാർട്ട് 1ൽ 3 യൂണിറ്റ് ആണ് ഉള്ളത്. പദങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. അഗാധം, അഗാധം ആഴമുള്ള, അഗാധം ആഴമുള്ള. ഇനി എന്താണ് അഗ്നേയം എന്ന് പറഞ്ഞാൽ? അഗ്നേയം അറിയാൻ സാധിക്കാത്തതാണ് അഗ്നേയം. അഗ്നേയം അറിയാൻ സാധിക്കാത്തതാണ് കേട്ടോ അഗ്നേയം. ഇനി അഞ്ചിക്കുഴയുക എന്ന് പറഞ്ഞാൽ നാണിച്ചു പോവുക. അഞ്ചിക്കുഴയുക, നാണിച്ചു പോവുക. അദൃശ്യം എന്ന് പറഞ്ഞാൽ കാണാനാവാത്തത്. അദൃശ്യം, കാണാനാവാത്തത്. ഇനി അനഭിമതം. അനഭിമതം എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടമില്ലാത്തത്. നോട്ട് ചെയ്യണം കേട്ടോ അറിയാത്തവരൊക്കെ. അനഭിമതം, അനഭിമതം ഇഷ്ടമില്ലാത്തത്. അനിർവചനീയം. അനിർവചനീയം വിവരിക്കാനാവാത്തത് അല്ലെങ്കിൽ നിർവചിക്കാനാവാത്തതാണ് അനിർവചനീയം. എന്താണ്? വിവരിക്കാനാവാത്തത് അല്ലെങ്കിൽ നിർവചിക്കാനാവാത്തത്. അന്തം എന്ന് പറഞ്ഞാൽ അവസാനം. അന്തം, അവസാനം. അന്താളിക്കുക എന്ന് പറഞ്ഞാൽ പരിഭ്രമം കൊണ്ട് മറന്നു പോവുകയാണ് അന്താളിക്കുക. എന്താണ്? പരിഭ്രമം കൊണ്ട് മറന്നു പോകുന്നതിനാണ് അന്താളിക്കുക എന്ന് പറയുന്നത് കേട്ടോ. പരിഭ്രമം കൊണ്ട് മറന്നു പോകുക. അന്നം എന്ന് പറഞ്ഞാൽ ആഹാരം അല്ലെങ്കിൽ അരയന്നം എന്നും അർത്ഥമുണ്ട് കേട്ടോ. ആഹാരം, അന്നം എന്ന് പറഞ്ഞാൽ ആഹാരം എന്നും അർത്ഥമുണ്ട്, അതുപോലെ അരയന്നം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അഗാധം ആഴമുള്ള, അഗ്നേയം അറിയാൻ സാധിക്കാത്തത്, അഞ്ചിക്കുഴയുക നാണിച്ചു പോവുക, അദൃശ്യം കാണാനാവാത്തത്. ഇനി എന്താണ്? അനഭിമതം. അനഭിമതം ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ടമില്ലാത്തത്. അനഭിമതം ഇഷ്ടമില്ലാത്തത്. അനിർവചനീയം വിവരിക്കാനാവാത്തത് അല്ലെങ്കിൽ നിർവചിക്കാനാവാത്തത്. അന്തം, അവസാനം. അന്തം അവസാനമാണ്. ഇനി അന്താളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഭ്രമം കൊണ്ട് മറന്നു പോകുക. അന്നം എന്താണ്? 2 അർത്ഥമുണ്ട്. ആഹാരം എന്നും ഉണ്ട്, അരയന്നം എന്നും ഉണ്ട്. അടുത്തത് അരപ്പലം. അരപ്പലം എന്ന് പറഞ്ഞാൽ ഒരളവാണ് കേട്ടോ. അരപ്പലം എന്ന് പറഞ്ഞാൽ അതായത് ഒരു ചാൺ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അതുപോലെ അരപ്പലം എന്ന് പറഞ്ഞാൽ ഒരു അളവാണ്. ഇനി അല എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രത്തിലെ തിര, ഓളം, കല്ലോലം. അതായത് ഈ ഒരു അലക്ക് പറയുന്നത് കല്ലോലം എന്നും പറയും കേട്ടോ. അപ്പോൾ അലക്ക് ഏതൊക്കെയാണ്? സമുദ്രത്തിലെ തിരയാണ് അല എന്ന് പറഞ്ഞാൽ. അതിന് ഏതൊക്കെ ഉണ്ട് പര്യായം? അല, ഓളം, കല്ലോലം. അപ്പൊ സമുദ്രത്തിലെ തിരയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? അല, ഓളം, കല്ലോലം. ഓളം നമുക്കറിയാം, അതുപോലെ അലയെ അറിയില്ലേ. കല്ലോലം അതിൻ്റെ പര്യായപദം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് സമുദ്രത്തിലെ തിരയുടെ പര്യായപദം? അല, ഓളം, കല്ലോലം. കല്ലോലം. ഇനി അഴക്. അഴക് ഭംഗി, സൗന്ദര്യം, ലാവണ്യം. എന്തൊക്കെയാണ്? അഴകിന് എന്തൊക്കെ പറയും? ഭംഗി, സൗന്ദര്യം, ലാവണ്യം. ലാവണ്യം അഴകിൻ്റെ പര്യായപദം കേട്ടോ. ഏതൊക്കെയാണ് അഴകിൻ്റെ പര്യായപദം? ഭംഗി, സൗന്ദര്യം, ലാവണ്യം. ഇനി അസാരം എന്ന് പറഞ്ഞാൽ അല്പാട്ടോ. അല്പം. അസാരം, അല്പം. അസാരം, അല്പം. ഇനി എന്താണ്? അസ്പൃശ്യം എന്ന് പറഞ്ഞാൽ തൊടാൻ പാടില്ലാത്തതാണ് അസ്പൃശ്യം. അസ്പൃശ്യം എന്താണ്? തൊടാൻ പാടില്ലാത്തത്. തൊടാൻ പാടില്ലാത്തത് അസ്പൃശ്യം. ഇനി ആച്ഛാദന ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മറവില്ലാത്തത് അല്ലെങ്കിൽ തുറസായി കിടക്കുന്ന ഒരു സ്ഥലത്തിനൊക്കെ പറയുന്നതാണ് ആച്ഛാദന ശൂന്യം എന്ന് പറഞ്ഞാൽ. എന്താണ്? ആച്ഛാദന ശൂന്യം. ആച്ഛാദന ശൂന്യം മറവില്ലാത്തത് അല്ലെങ്കിൽ തുറസായത്. ആച്ഛാദന ശൂന്യം എന്താണ്? അറിയാത്തൊരു നോട്ട് ചെയ്യണേ. ആച്ഛാദന ശൂന്യം മറവില്ലാത്തത് അല്ലെങ്കിൽ തുറസായത് എന്നുള്ളതാണ് ആച്ഛാദന ശൂന്യം. ഇനി ആടവസ്ത്രമാണ് അല്ലേ. ആടവസ്ത്രം. ആടവസ്ത്രം. ഇനി ആരാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അകലെ അല്ലെങ്കിൽ അടുത്ത്, രണ്ടും പറയും കേട്ടോ. അകലെ, അടുത്തു എന്നും പറയും. ആരാൽ എന്ന് പറഞ്ഞാൽ അകലെ അല്ലെങ്കിൽ അടുത്തു എന്നും പറയും. അപ്പൊ രണ്ടിനും പറയും ആരാൽ. ആരാൽ എന്താണ്? അകലെ, അടുത്തു എന്നും പറയും കേട്ടോ. ഇനി ആഴി. ആഴി നമുക്കറിയാം കടലിലെ, കടല് സമുദ്രത്തിനൊക്കെ പറയുന്നതാണ് ആഴി. അറിയാത്തവർ നോട്ട് ചെയ്യുക. ആഴി, കടൽ, സമുദ്രം, സാഗരം. സമുദ്രം, കടലിന്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? സമുദ്രം, സാഗരം, ആഴി. സമുദ്രം, സാഗരം, ആഴി. കടലിന്റെ പര്യായപദങ്ങളാണ് സമുദ്രം, സാഗരം, ആഴി. ഇനി ആശ്ലേഷം. ആശ്ലേഷം എന്താണ്? കെട്ടിപ്പിടുത്തം. ആശ്ലേഷിക്കുക എന്നറിയില്ലേ? കെട്ടിപ്പിടുത്തം. ആശ്ലേഷം, കെട്ടിപ്പിടുത്തം. ഇനി ഇത്രയിടം എന്ന് പറഞ്ഞാൽ ഇവിടം വരെ. ഇത്രയിടം, ഇവിടം വരെ. ഇലച്ചാർത്ത്. നമ്മൾ കഴിഞ്ഞ 5ാം ക്ലാസ്സിലെ പര്യായപദങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇലച്ചാർത്ത് എന്താണ്? ഇലകളുടെ കൂട്ടമാണ് ഇലച്ചാർത്ത്. ഇലച്ചാർത്ത്, ഇലകളുടെ കൂട്ടം.
ഈറൻ എന്ന് പറഞ്ഞാൽ നനഞ്ഞതാണ്, ഈറൻ നനഞ്ഞത്. ഉടയാട വസ്ത്രം. അപ്പോൾ ആടയും ഉടയാടയും വസ്ത്രം തന്നെ കേട്ടോ. ആട ഉടയാട വസ്ത്രം. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു നോക്കുക. അരപ്പലം. അരപ്പലം എന്ന് പറഞ്ഞാൽ ഒരളവാണ്. ഇനി എന്താണ് അല എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രത്തിലെ തിര, ഓളം, കല്ലോലം. അപ്പോൾ സമുദ്രത്തിലെ തിരക്ക് എന്തൊക്കെയാണ്? ഓളം, കല്ലോലം, അല. അഴക്, ഭംഗി, സൗന്ദര്യം, ലാവണ്യമാണ്. ഇനി അസാരം എന്ന് പറഞ്ഞാൽ അല്പാട്ടോ. അസാരം, അല്പം. അസാരം, അല്പം. ഇനി അസ്പൃശ്യം. അസ്പൃശ്യം തൊടാൻ പാടില്ലാത്തതാണ് അസ്പൃശ്യം. ഇനി ആച്ഛാദന ശൂന്യം, മറവില്ലാത്തത് അല്ലെങ്കിൽ തുറസ്സായതാണ് ആച്ഛാദന ശൂന്യം. ആട വസ്ത്രമാണ്. ഇനി ആരാൽ എന്താണ്? അകലെയുന്നുണ്ട്, അതുപോലെ അടുത്തൊന്നുണ്ട്. ആരാൽ, അകലെ, അടുത്ത്. ഇനി ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെയാണ്? കടലിൻ്റെ പര്യായപദങ്ങളാണ് സമുദ്രം, സാഗരം, ആഴി. ഇനി ആശ്ലേഷം എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടുത്തം. ഇത്രടം ഇവിടം വരെയാണ്. ഇലച്ചാർത്ത് എന്നാണ്? ഇലകളുടെ കൂട്ടമാണ്. ഈറൻ നനഞ്ഞത്, ഉടയാട വസ്ത്രം. അടുത്തത് ഉടൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പര്യായപദം ആട്ടോ. ഉടൽ ഏതൊക്കെയാണ് ശരീരത്തിന്റെ പര്യായപദം? ഉടൽ, കായം, മേനി. മേനിയും ഉടലൊക്കെ നമുക്കറിയാൻ മതി. കായം എന്ന് പറഞ്ഞാലും ശരീരം കേട്ടോ. ശരീരത്തിന്റെ പര്യായപദമാണ് ഇത് കായം. ഏതൊക്കെയാണ്? കായം, മേനി, ഉടൽ. ഇതൊക്കെ ശരീരത്തിന്റെ പര്യായപദം ആട്ടോ. ഉടൽ, കായം, മേനിയൊക്കെ ശരീരത്തിന്റെ പര്യായപദമാണ്. ഇനി ഉരുമ്മുക, ഉരസുക. ഉരുമ്മുക, ഉരസുക. ഇനി ഉരുവിടുക എന്ന് പറഞ്ഞാൽ എന്താ? പറയുക ആണ് അല്ലെ. ഉരുവിടുക, പറയുക. ഉറവെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ഭവിക്കുകയാണ്. അതായത് ഉടലെടുക്കുക എന്നൊക്കെ പറയില്ല, അത് തന്നെയാണ് ഉറവെടുക്കുക എന്ന് പറഞ്ഞാൽ. ഉദ്ഭവിക്കുക അല്ലെങ്കിൽ ഉണ്ടാകുക അതൊക്കെയാണ് ഉറവെടുക്കുക, ഉദ്ഭവിക്കുക. ഉറവെടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ഭവിക്കുക കേട്ടോ. ഇനി അമ്പരം എന്താണ്? ആകാശം എന്നും പറയും, വസ്ത്രം എന്നും ഉണ്ട് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ആകാശം എന്നും ഉണ്ട്, വസ്ത്രം എന്നും ഉണ്ട്. അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം എന്നും പറയും, അതുപോലെ വസ്ത്രത്തിനും അമ്പരം എന്ന് പറയും. ഇപ്പം നോട്ട് ചെയ്യേ. അമ്പരം എന്താണ്? ആകാശം, വസ്ത്രം. അപ്പോൾ ആകാശത്തിൻ്റെ പര്യായപദത്തിലും പെടും അമ്പരം, അതുപോലെ വസ്ത്രത്തിൻ്റെ പര്യായപദത്തിലും പെടും. വസ്ത്രത്തിന് നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ആട, ഉടയാട. അതിൽ അമ്പരവും പെടും കേട്ടോ. അപ്പോൾ ആട, ഉടയാട, അമ്പരം വസ്ത്രത്തിൻ്റെ പര്യായപദമാണ്. അതുപോലെ അമ്പരം എന്താണ്? ആകാശം അല്ലേ. അപ്പോൾ ഒന്നും കൂടി നോക്കാം എന്തൊക്കെയാണ്? എന്താണ് നമ്മൾ ഉടല്ലേ. ഉടൽ, ശരീരം, കായം, മേനി. ഈ കായമാണ് കേട്ടോ ഇതിൽ അറിയാത്തതായിട്ട് വരിക. ഇനി ഉരുമ്മുക എന്ന് പറഞ്ഞാൽ എന്താ? ഉരസുക. ഉരുവിടുക, പറയുക. ഉറവെടുക്കുക. ഉറവെടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ഭവിക്കുകയാണ്. ഇനി അമ്പരം. അമ്പരം ആകാശം എന്നും ഉണ്ട്, അതുപോലെ വസ്ത്രം എന്നും ഉണ്ട്. അപ്പോൾ അമ്പരം ആകാശമാണെങ്കിൽ അമ്പരാന്തം എന്താണ്? ആകാശത്തിൻ്റെ അറ്റമാണ് അമ്പരാന്തം. അമ്പരാന്തം എന്താണ്? ആകാശത്തിൻ്റെ അറ്റം. ഊക്ക് എന്ന് പറഞ്ഞാൽ ശക്തി. ഊക്ക് ശക്തിയാണ്. ഒളി എന്ന് പറഞ്ഞാൽ ശോഭ, ഭംഗി. ഒളി എന്ന് പറഞ്ഞാൽ ശോഭ, ഭംഗി. അപ്പോൾ ഭംഗിയുടെ പര്യാപദങ്ങൾ ഏതൊക്കെയാണ്? ഒളി, ശോഭ. പിന്നെ നമ്മൾ നേരത്തെ ലാവണ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഭംഗിയുടെ പര്യാപദം ലാവണ്യം, പിന്നെ അഴക്, പിന്നെ സൗന്ദര്യം, ഇതൊക്കെ ഇതിൽ പെടും കേട്ടോ. ഒളി ഇമ്പോർട്ടൻ്റ് ആണ്. ഒളി എന്താണ്? ഭംഗിയുടെ പര്യാപദം കേട്ടോ ഒളി. ഇനി കടമേഴി. കണ്ണിൻ്റെ അറ്റമാണ് കടമേഴി എന്ന് പറഞ്ഞാൽ. കണ്ണിൻ്റെ അറ്റം. കടമേഴി എന്താണ്? കണ്ണിൻ്റെ അറ്റമാണ് കേട്ടോ. കണ്ണീർ ചോല എന്താണ്? കണ്ണീരിൻ്റെ ഒഴുക്കാണ് കണ്ണീർ ചോല. കണ്ണീർ ചോല കണ്ണീരിൻ്റെ ഒഴുക്ക്. അപ്പോൾ കടമേഴി എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അറ്റമാണ്. കണ്ണീർ ചോല എന്ന് പറഞ്ഞാൽ കണ്ണീരിൻ്റെ ഒഴുക്കാണ്. ഇനി കലശലായ, വളരെ കൂടുതലായ അല്ലേ. കലശലായ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായ. കാഞ്ചനം. കാഞ്ചനം എന്താണ്? സ്വർണത്തിൻ്റെ പര്യായപദം കേട്ടോ. കാഞ്ചനം സ്വർണത്തിൻ്റെ പര്യായപദമാണ് കാഞ്ചനം. ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാത്തൊരു നോട്ട് ചെയ്യേ. കാഞ്ചനം. അപ്പോൾ ഏതൊക്കെ പഠിച്ചത്? അമ്പരം നമ്മൾ ആകാശം പഠിച്ചു. അപ്പോൾ അമ്പരാന്തം ആകാശത്തിൻ്റെ അറ്റമാണ്. ഊക്ക് ശക്തി. ഒളി എന്താണ്? ശോഭ അല്ലെങ്കിൽ ഭംഗിയിലെ. ഭംഗിയുടെ പര്യാപദങ്ങളാണ് ഒളി. അതുപോലെ കടമേഴി കണ്ണിൻ്റെ അറ്റമാണ്. കണ്ണീർ ചോല കണ്ണീരിൻ്റെ ഒഴുക്ക്. കലശലായ എന്താണ്? വളരെ കൂടുതലായ. കാഞ്ചനം എന്താണ്? സ്വർണത്തിൻ്റെ പര്യാപദമാണ് കാഞ്ചനം. കാഞ്ചനം സ്വർണം. അടുത്തത് എന്താണ്? കാഞ്ചി, അരഞ്ഞാണം. അപ്പോൾ കാഞ്ചി പറഞ്ഞാൽ അരഞ്ഞാണാണ്. കാഞ്ചനം സ്വർണ്ണം. ഇത് മാറിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. എന്താണ്? കാഞ്ചനം കൊണ്ടുള്ള കാഞ്ചി. അപ്പോൾ അതായത് സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണല്ലേ. കാഞ്ചനം കൊണ്ടുള്ള കാഞ്ചി എന്താണ്? സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണം. അപ്പോൾ കാഞ്ചി, അരഞ്ഞാണം. ഇനി കാരുണ്യപൂർവ്വം എന്ന് പറഞ്ഞാൽ ദയയോടെ. കാരുണ്യപൂർവ്വം ദയയോടെ. ഇനി കാലാൾപ്പട എന്ന് പറഞ്ഞാൽ എന്താ? കാലാൾ സൈന്യം. അതായത് എന്താണ്? നിലത്തുനിന്ന് യുദ്ധം ചെയ്യുന്ന പടയാളികളാണ് കാലാൾ സൈന്യം എന്ന് പറഞ്ഞാൽ. കാലാൾപ്പട എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അല്ലെങ്കിൽ കാലാൾ സൈന്യം. കാലാൾപ്പട കാലാൾ സൈന്യമാണ്. നിലത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന പടയാളികളാണ് കാലാൾപ്പട. ഇനി കാഹളം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാദ്യം അല്ലെങ്കിൽ ഒരു ശബ്ദഘോഷത്തെയാണ് കാഹളം എന്ന് പറഞ്ഞാൽ അല്ലേ. കാഹളം മുഴക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വാദ്യമാണ് അല്ലെങ്കിൽ ഒരു ശബ്ദഘോഷമാണ്. കിന്നാരം കൊഞ്ചിയുള്ള സംസാരത്തെയാണ് കിന്നാരം എന്ന് പറയുക. ഇനി എന്താണ്?
കുറച്ചിട എന്ന് പറഞ്ഞാൽ അല്പനേരം, കുറച്ചിട അല്പനേരം. കേളികൊട്ട് എന്താണ്? അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ശൈലിയാണ് കേളികൊട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കേളികൊട്ട് എന്താണ്? ഒരു അറിയിപ്പ്, അതുപോലെ ഒരു ശൈലിയാണ്. ക്രമാൽ എന്ന് പറഞ്ഞാൽ ക്രമമായി, ക്രമാൽ ക്രമമായി. ഗജം ആന, ആനയുടെ പര്യായപദമാണ് ഗജം. ഇനി ചക്രം തിരിയുക എന്ന് പറഞ്ഞാൽ വിഷമിക്കുക എന്നർത്ഥമുണ്ട്, അതുപോലെ കഷ്ടസ്ഥിതിയിലാകുക എന്നുണ്ട് കേട്ടോ. കഷ്ടസ്ഥിതിയിലാവുക, ചക്രം, അതായത് കഷ്ടസ്ഥിതിയിലാകുന്നതിൻ്റെ ഒരു ശൈലിയാണ് ചക്രം തിരിയുക എന്ന് പറഞ്ഞാൽ കേട്ടോ. ശൈലി പദത്തിൽ പറയുന്നതാണ് ചക്രം തിരിയുക. അപ്പൊ കഷ്ടസ്ഥിതിയിലാവുക എന്നുള്ളത് എന്താണ്? അതിൻ്റെ എന്താണ് ശൈലി? ചക്രം തിരിയുക. അപ്പോൾ ചക്രം തിരിയുക, വിഷമിക്കുക എന്നുണ്ട്, അതുപോലെ കഷ്ടസ്ഥിതിയിലാകുക. ചക്രവാളം എന്താണ്? വൃത്താകൃതിയിൽ പരന്നു കിടക്കുന്ന ആകാശമണ്ഡലമാണെന്ത്? ചക്രവാളം. എന്താണ്? വൃത്താകൃതിയിൽ പരന്നു കിടക്കുന്ന ആകാശമണ്ഡലം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ചക്രവാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശമണ്ഡലം എന്നറിയാം. അപ്പോൾ വൃത്താകൃതിയിൽ പരന്നു കിടക്കുന്ന ആകാശമണ്ഡലമാണെന്ത്? ചക്രവാളം. അപ്പോൾ കാഞ്ചനം സ്വർണം പഠിച്ചു. അപ്പോൾ കാഞ്ചി അരഞ്ഞാണം. ഇനി കാരുണ്യപൂർവ്വം ദയയോടെ. കാലാൾപ്പട എന്താണ്? കാലാൾ സൈന്യമാണ്, അതായത് നിലത്തു നിന്ന് യുദ്ധം ചെയ്യുന്ന പടയാളികളാണ്. കാഹളം എന്താണ്? ഒരു വാദ്യം അല്ലെങ്കിൽ ഒരു ശബ്ദഘോഷമാണ്. കിന്നാരം കൊഞ്ചിയുള്ള സംസാരമാണ്. കുറച്ചിട അല്പനേരം. കേളികൊട്ട് എന്താണ്? ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ശൈലിയാട്ടോ കേളികൊട്ട്. ക്രമാൽ ക്രമമായി. ഗജം ആന. ചക്രം തിരിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമിക്കുക അല്ലെങ്കിൽ കഷ്ടസ്ഥിതിയിലാകുക. ചക്രവാളം എന്താണ്? വൃത്താകൃതിയിൽ പരന്നു കിടക്കുന്ന ആകാശമണ്ഡലമാണ് ചക്രവാളം. അടുത്തത് എന്താണ്? ചാർത്ത് കൂട്ടം അല്ലെങ്കിൽ അലങ്കരിക്കൽ എന്ന് പറയും. നമ്മൾ ഇലച്ചാർത്ത് നേരത്തെ പഠിച്ചില്ലേ, ഇലക്കൂട്ടം. അപ്പൊ ചാർത്തിന് കൂട്ടം എന്ന് അർത്ഥമുണ്ട്, അതുപോലെ അലങ്കരിക്കലുമാണ് ചാർത്തുക എന്ന് പറയില്ല, അലങ്കരിക്കുക. അപ്പോൾ ചാർത്ത് രണ്ടർത്ഥാണ്, കൂട്ടം അതുപോലെ അലങ്കരിക്കൽ. ഇലച്ചാർത്ത് ഇലക്കൂട്ടമായിരുന്നു, അപ്പൊ ചാർത്ത് കൂട്ടം അതുപോലെ അലങ്കരിക്കൽ. ചിന്നുക എന്ന് പറഞ്ഞാൽ ചിതറുകയാണ്, ചിന്നുക ചിതറുക. ചേഷ്ട എന്താണ്? പ്രവൃത്തി ആട്ടോ. ചേഷ്ട പ്രവൃത്തി. ചേഷ്ട എന്താണ്? പ്രവൃത്തി. ചൈത്രം എന്താണ്? ചൈത്രം വസന്തകാലം, അതുപോലെ വസന്ത ഋതുവിലെ ആദ്യ മാസമാണ് ചൈത്രമാസം അല്ലേ. അപ്പോൾ മേടമാസം ആട്ടോ, മേടമാസത്തിനും ചൈത്രം എന്ന് പറയും. അപ്പോൾ എന്തൊക്കെയാണ് ചൈത്രം? വസന്തകാലം, വസന്ത ഋതുവിലെ ആദ്യ മാസമാണ്, അതുപോലെ മേടമാസമാണ് അല്ലേ ചൈത്രം. അതുപോലെ ചോല എന്താണ്? അരുവി അല്ലെങ്കിൽ നമ്മൾ ചോല തണലും പറയും അല്ലേ. ചോല അരുവി എന്നും പറയും, തണലെന്നും പറയും. ചോല അരുവിയുടെ പര്യായപദമാണ് ചോല, പിന്നെ അതുപോലെ തണലെന്നും പറയും ചോല. ഇനി ജീവസുറ്റ, ചൈതന്യമുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജീവസുറ്റ എന്ന് പറഞ്ഞാൽ ചൈതന്യമുള്ള. തന്തി എന്താണ്? വീണയിലെ കമ്പിയാണ് കേട്ടോ. തന്തി വീണയിലെ കമ്പിയാണ് തന്തി. തഴുകുക, തലോടുക. ഇനി താമസന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? തമോ ഗുണമുള്ളവരാണ് താമസന്മാർ. തമോ ഗുണമുള്ളവരാണ് താമസന്മാർ. എന്താണ് ഈ തമോ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അജ്ഞാനം, അതുപോലെ അറിവില്ലായ്മ, പിന്നെന്താണ് പറയാ? അലസത, മടി. ഈ ഒരു ഗുണങ്ങളൊക്കെ ആണെന്ത്? തമോ ഗുണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തമോ ഗുണമുള്ളവരെയാണ് താമസന്മാർ എന്ന് പറയുന്നത് കേട്ടോ. താമസന്മാർ എന്താണ്? തമോ ഗുണമുള്ളവരാണ്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അജ്ഞാനം, അറിവില്ലായ്മ, മടി, അലസത ഒക്കെ എന്താണ്? തമോ ഗുണങ്ങളാണ് കേട്ടോ. അടുത്തത് തുണീരം ആവനായി അല്ലെങ്കിൽ അമ്പുറ. അപ്പൊ ആവനായി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്പുകൾ ഇടുന്ന ഉറയാട്ടോ. അമ്പുകൾ ഇടുന്ന ഉറയാണ് ആവനായി, അതുപോലെ അമ്പുറ. അപ്പൊ അമ്പുറയുടെ എന്താണ്? അമ്പുറയുടെ പര്യാപദങ്ങൾ ഏതൊക്കെയാണ്? ആവനായി, തുണീരം. ആവനായി, തുണീരം. തൊടി പുരയിടത്തിന്റെ താണഭാഗമാണ് തൊടി എന്ന് പറഞ്ഞാൽ. പുരയിടത്തിൽ നിന്നും താണഭാഗത്തെയാണ് തൊടി എന്ന് പറയില്ലേ. അത് നമുക്കറിയാം. പുരയിടത്തിന്റെ താണഭാഗമാണ് തൊടി. അപ്പോൾ ചക്രവാളം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വൃത്താകൃതിയിൽ പരന്നു കിടക്കുന്ന ആകാശമണ്ഡലമാണ്. ചാർത്ത് എന്തായിരുന്നു? കൂട്ടം എന്നും പറയും, അതുപോലെ അലങ്കരിക്കുക എന്നും പറയും. ചിന്നുക എന്താണ്? ചിതറുക. ചേഷ്ട പ്രവൃത്തിയാണ്. ചൈത്രം എന്താണ്? വസന്തകാലം, വസന്ത ഋതുവിലെ ആദ്യ മാസമാണ്, മേടമാസമാണ്. ചോല എന്ന് പറഞ്ഞാൽ അരുവി, തണൽ. ജീവസുറ്റ ചൈതന്യമുള്ള എന്നാണ്. തന്തി എന്താണ്? വീണയിലെ കമ്പിയാട്ടോ. തന്തി അറിയാത്തൊരു നോട്ട് ചെയ്യുക. വീണയിലെ കമ്പിയാണ് തന്തി. തഴുകുക, തലോടുക. താമസന്മാരെന്തായിരുന്നു? തമോ ഗുണമുള്ളവർ, അതായത് മടിയും അതുപോലെ അലസതയും അജ്ഞാനവും ഒക്കെ ഉള്ളവർക്ക് എന്തായാലും ഒരു താമസമായിരിക്കും അല്ലേ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വരാൻ. അപ്പോൾ താമസന്മാർ തമോ ഗുണമുള്ളവർ. തുണീരെന്താണ്? ആവനായി, അമ്പുറ. അപ്പോൾ ആവനായി, അമ്പുറയുടെ രണ്ട് പര്യാപദങ്ങളാണ് ആവനായി, തുണീരം. അതുപോലെ തൊടി എന്താണ്? പുരയിടത്തിന്റെ താണഭാഗം. അടുത്തത് തോയം. തോയം എന്നാണ് വെള്ളം, നീര്, ജലം. അപ്പൊ ജലത്തിന്റെ പര്യാപദങ്ങൾ ഏതൊക്കെയാണ്? തോയം ഉണ്ട് കേട്ടോ. തോയം, അതുപോലെ നീര്, വെള്ളം, ഇതൊക്കെ ജലത്തിന്റെ പര്യായപദങ്ങളാണ്. ഏതൊക്കെയാണ്? നീര് പറയും, അതുപോലെ വെള്ളം, തോയം. ഇമ്പോർട്ടൻ്റ് ആണ്. തോയം എന്താണ്? ജലത്തിന്റെ പര്യായപദമാണ് തോയം.
ഏതൊക്കെയാണ്? നീര്, വെള്ളം, തോയം. ഇതൊക്കെ എന്താണ്? ജലത്തിന്റെ പര്യായപദങ്ങളാണ്. ജലം, തോയം. അടുത്തത് തോയാകരം എന്ന് പറഞ്ഞാൽ കടലാണ് കേട്ടോ. തോയാകരം എന്ന് പറഞ്ഞാൽ കടൽ. തോയം ജലമാണ്, തോയാകരം എന്താണ്? കടലാണ്. തോയാകരം കടൽ, തോയാകരം കടലാണ് കേട്ടോ. ഇനി ദിശാഭ്രമം, ദിക്കു തെറ്റലാണ് ദിശാഭ്രമം. ദിശാഭ്രമം എന്ന് പറഞ്ഞാൽ ദിക്കു തെറ്റലാണ്. അതുപോലെ എന്താണ്? സ്ഥലം മനസ്സിലാകാത്ത അവസ്ഥക്കും ദിശാഭ്രമം എന്ന് പറയും കേട്ടോ. അപ്പോൾ ദിശാഭ്രമം, ദിക്കു തെറ്റൽ, അതുപോലെ സ്ഥലം മനസ്സിലാകാത്ത അവസ്ഥ. ഇനി ധാരാളിത്തം എന്ന് പറഞ്ഞാൽ ധൂർത്താണ്. ധാരാളിത്തം, ധൂർത്തം. ധൂളി എന്ന് പറഞ്ഞാൽ നേരിയൊരു പൊടിയാണ് ധൂളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നേരിയ പൊടിക്കാണ് എന്ത്? ധൂളി എന്ന് പറയുന്നത്. അപ്പം ധാരാളിത്തം, ധൂർത്താണ്. അതുപോലെ ധൂളി, നേരിയ പൊടി. ഇത് അറിയാത്തൊരു നോട്ട് ചെയ്യണേ. ധൂളി എന്താണ്? നേരിയ പൊടിയാണ് ധൂളി. ഇനി നിഗൂഢത എന്താണ്? രഹസ്യമായ, മറഞ്ഞിരിക്കുന്ന. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുകയാണ്. ഇനി എന്താണ്? നിഗ്രഹിക്കുക, കൊല്ലുക. നിർമ്മലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധം. നിർമ്മലം, പരിശുദ്ധം. നിർവൃതി, പൂർണ്ണമായ സംതൃപ്തിയാണ്. നിർവൃതി, പൂർണ്ണമായ സംതൃപ്തി. എന്താണ്? നിറഞ്ഞുലാവുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നിറഞ്ഞൊഴുകുന്നു എന്നാണോ? നിറഞ്ഞുലാവുന്നു, നിറഞ്ഞൊഴുകുന്നു. നിറഞ്ഞുലാവുന്നു, നിറഞ്ഞൊഴുകുന്നു. നേർത്ത, കനം കുറഞ്ഞ എന്നാണ്. നേർത്ത, കനം കുറഞ്ഞ. പിന്നെ പച്ചിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പച്ച നിറമാർന്നു എന്നുള്ളതാണ് പച്ചിച്ച്. പച്ചിച്ച്, പച്ച നിറമാർന്നതാണ്. പടഹം, പടഹം എന്താണ്? പെരുമ്പറയാട്ടോ. പടഹം, പെരുമ്പറ. പടഹം എന്താണ്? പെരുമ്പറ. അപ്പോൾ ജലത്തിൻ്റെ ഒരു പര്യായപദമാണ് തോയം. അതുപോലെ വേദക്കാണ് വെള്ളം, നീര്. ഇതൊക്കെ തോയാകരം എന്താണ്? കടലാണ് കേട്ടോ. തോയാകരം കടല്. ഇനി എന്താണ്? ദിശാഭ്രമം എന്താണ്? ദിക്കുതെറ്റൽ, അതുപോലെ സ്ഥലം മനസ്സിലാകാത്ത അവസ്ഥയാണ്. ധാരാളിത്തം എന്താണ്? ധൂർത്താണ് കേട്ടോ. ധൂളി എന്താണ്? ധൂളി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാൻ അറിയാത്തവര്. ധൂളി നേരിയ പൊടി. ഇനി നിഗൂഢത എന്താണ്? രഹസ്യമായി അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന. രഹസ്യമായ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന. നിഗൂഢത. നിഗ്രഹിക്കുക എന്താണ്? കൊല്ലുക. നിർമ്മൽ എന്താണ്? പരിശുദ്ധം. നിർമ്മലം, പരിശുദ്ധം. നിർവൃതി എന്താണ്? പൂർണ്ണമായ സംതൃപ്തി. ഇനി നിറഞ്ഞുലാവുന്നു. എന്താണ്? നിറഞ്ഞുലാവുന്നു, നിറഞ്ഞൊഴുകുന്നു. നിറഞ്ഞുലാവുന്നു, നിറഞ്ഞൊഴുകുന്നു. നേർത്ത, കനം കുറഞ്ഞ. പച്ചിച്ച് എന്താണ്? പച്ചിച്ച്, പച്ച നിറമാർന്നതാണ്. പടഹം, പടഹം, പെരുമ്പറ. എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. പെരുമ്പറ എന്താണ്? പടഹം, പടഹം, പെരുമ്പറ. പെരുമ്പറ കൊട്ടുക എന്നൊക്കെ പറയില്ലേ? അപ്പോൾ പെരുമ്പറ എന്ന് പറഞ്ഞാൽ പെരുമ്പറയുടെ ഒരു പര്യായപദമാണ് പടഹം. പടഹം, പെരുമ്പറ, പടഹം. ഈ പടഹം കഴിഞ്ഞാൽ അടുത്തത് പടുത്തു. പടുത്തു എന്താണ്? കെട്ടിപ്പൊക്കി. പടുത്തു, കെട്ടിപ്പൊക്കി. പത്രം, പത്രം വർത്തമാന പത്രം നമുക്കറിയാലേ അർത്ഥം. പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട്? ഇലാന്നും പറയും, ചിറകു. ഇലക്കും പത്രം എന്നും പറയും. അതുപോലെ ചിറകിനും പത്രം എന്നും പറയും കേട്ടോ. ഏതൊക്കെയാണ്? ഇല, ചിറക്. ഇലക്കും പത്രം എന്നും പറയും, അതുപോലെ ചിറകിനും പത്രം എന്നും പറയും കേട്ടോ. അപ്പോൾ പത്രം ഇലയുടെ പര്യായപദമാണ്, ചിറകിൻ്റെ പര്യായപദമാണ്. അതുപോലെ വർത്തമാന പത്രം എന്നും പറയും. ഏതൊക്കെയാണ്? ഇല, ചിറക്, വർത്തമാന പത്രം. പത്യം, പത്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടം കേട്ടോ. പത്യം ഇഷ്ടമാണ്. പത്യം, പത്യം ഇഷ്ടം. എന്തൊക്കെ? ഇഷ്ടത്തിൻ്റെ പര്യായപദമാണ് പത്യം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പന്തീരാണ്ട്, 12 വർഷമാണ് പന്തീരാണ്ട് എന്ന് പറഞ്ഞാൽ. പരികം എന്താണ്? പരികം ഇരുമ്പ് ഉലക്ക അല്ലെങ്കിൽ ഇരുമ്പ് ഗതയ്ക്കാണ് പരികം എന്ന് പറയാം കേട്ടോ. ഇരുമ്പ് കൊണ്ടുള്ള ഉലക്ക അല്ലെങ്കിൽ ഇരുമ്പ് ഗത ഒക്കെ എന്താണ്? പരികം എന്നാണ് പറയേ. അറിയാത്തവർ നോട്ട് ചെയ്യണേ. ഇരുമ്പുലക്ക, ഇരുമ്പ് ഗത, പരികം. എന്താണ്? പരികം എന്താണ്? ഇരുമ്പുലക്ക അല്ലെങ്കിൽ ഇരുമ്പ് ഗതയാട്ടോ. പരികം, ഇരുമ്പുലക്ക, ഇരുമ്പ് ഗത. പരിമളം സുഗന്ധമാണ് അല്ലേ? പരിമളം, സുഗന്ധം. പല്ലവം എന്താണ്? തളിര്. തളിര്, തളിരില എന്നൊക്കെ പറയില്ലേ? പല്ലവം. അതിന് പല്ലവം എന്നും പറയും കേട്ടോ. തളിര് എന്താണ്? പല്ലവം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. എന്താണ്? പടുത്തു, കെട്ടിപ്പൊക്കി. പിന്നെന്താണ്? പത്രത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല, ചിറക്. അതുപോലെ വർത്തമാന പത്രം എന്നുണ്ട്. അതുപോലെ പത്യം ഇഷ്ടമാണ് കേട്ടോ. പത്യം ഇഷ്ടം. പന്തീരാണ്ട് എന്ന് പറഞ്ഞാൽ 12 വർഷമാണ്. പരികം എന്താണ്? ഇരുമ്പുലക്ക അല്ലെങ്കിൽ ഇരുമ്പ് ഗതയാട്ടോ. പരികം ഇരുമ്പുലക്ക അല്ലെങ്കിൽ ഇരുമ്പ് ഗത. പരിമളം സുഗന്ധമാണ്. അതുപോലെ പല്ലവം എന്താണ്? തളിര്. പല്ലവം, തളിര്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? പത്രത്തിൻ്റെ ഇല, ചിറക് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പത്യം ഇഷ്ടം എന്നുള്ളത്. അതുപോലെ പരികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ്? പല്ലവം, തളിരാണ് കേട്ടോ. പല്ലവം, തളിര്. അടുത്തത് എന്താണ്? പാർത്ഥാത്മജൻ. പാർത്ഥാത്മജൻ എന്താണ്? അർജുനപുത്രനെയാണ് പാർത്ഥാത്മജൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അർജുനപുത്രനാണ് അഭിമന്യു. അഭിമന്യുവിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? പാർത്ഥാത്മജൻ. എന്താണ്? പാർത്ഥാത്മജൻ. ഇനി പീയൂഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അമൃത്. പീയൂഷം അമൃതാട്ടോ. അമൃത്. പീയൂഷം എന്താണ്? അമൃതാണ്. ഇനി പൂപ്പുഞ്ചിരി എന്ന് പറഞ്ഞാൽ പൂ പോലെയുള്ള പുഞ്ചിരിയാണ്. എന്ത്? പൂപ്പുഞ്ചിരി. പൂപ്പുഞ്ചിരി, പൂ പോലെയുള്ള പുഞ്ചിരിയാണ്. പെരുമ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹത്വം അല്ലെങ്കിൽ ശ്രേഷ്ഠത ആണ് കേട്ടോ. പെരുമ, മഹത്വം അല്ലെങ്കിൽ ശ്രേഷ്ഠത.
പെരുമ, മഹത്വം അല്ലെങ്കിൽ ശ്രേഷ്ഠതാണ്. പൊയ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? കുളം, തടാകം. പൊയ്ക, കുളം, തടാകം. പ്രതിഭാസം, പെട്ടെന്നുണ്ടാകുന്ന സംഭവം അല്ലെങ്കിൽ ഒരു തോന്നലാണ് പ്രതിഭാസം എന്ന് പറഞ്ഞാൽ കേട്ടോ. പെട്ടെന്നുണ്ടാകുന്ന സംഭവം അല്ലെങ്കിൽ തോന്നലാണ് പ്രതിഭാസം. പ്രധാനി, പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രധാനി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രധാനി എന്താണ്? പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പ്രമാണം എന്താണ്? ആധാരം അല്ലെങ്കിൽ വിശ്വാസം, സത്യം. പ്രമാണത്തിന് നമ്മൾ ആധാരത്തിന് നമ്മൾ പ്രമാണം എന്ന് പറയൂലേ. അതുപോലെ പിന്നെന്താണ്? വിശ്വാസം, സത്യം. ഇതൊക്കെ എന്താണ്? പ്രമാണം കേട്ടോ. പ്രമാണം, വിശ്വാസം, സത്യം. അപ്പോൾ ഏതൊക്കെ ഉണ്ട്? പ്രമാണം, ആധാരം നമുക്കറിയാം. അതുപോലെ തന്നെ വിശ്വാസം, സത്യം എന്നിവയുടെ പര്യായപദമാണ് പ്രമാണം കേട്ടോ. വിശ്വാസം, സത്യം. പ്രായേണ എന്ന് പറഞ്ഞാൽ എന്താ? പ്രായേണ മിക്കവാറും എന്നാട്ടോ. പ്രായേണ മിക്കവാറും. പ്രായേണ എന്താണ്? മിക്കവാറും. പ്രായേണ എന്താണ്? മിക്കവാറും. ഇനി ഭരദ്വാജൻ. ഭരദ്വാജൻ ആരാണ്? ദ്രോണരുടെ പിതാവാണ് ഭരദ്വാജൻ. അപ്പോൾ ഭരദ്വാജൻ എന്താണ്? ദ്രോണരുടെ പിതാവാണ് ഭരദ്വാജൻ. അപ്പോൾ ഏതൊക്കെ നമ്മൾ പഠിച്ചത്? പാർത്ഥാത്മജൻ അർജുനപുത്രൻ അല്ലെങ്കിൽ അഭിമന്യു ആണ് പാർത്ഥാത്മജൻ. പീയൂഷം അമൃതാണ് കേട്ടോ. പീയൂഷം അമൃത്. പീയൂഷം എന്താണ്? അമൃതാണ്. പൂപ്പുഞ്ചിരി, പൂ പോലെയുള്ള പുഞ്ചിരിയാണ്. പെരുമ, മഹത്വം അല്ലെങ്കിൽ ശ്രേഷ്ഠതയാണ്. പൊയ്ക, കുളം, തടാകം. കുളത്തിനും പറയും തടാകത്തിനും പറയും കേട്ടോ പൊയ്ക എന്ന്. ഇനി പ്രതിഭാസം എന്താണ്? പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവം അല്ലെങ്കിൽ തോന്നലാണ് പ്രതിഭാസം. പ്രധാനി, പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇനി എന്താണ്? പ്രമാണം, ആധാരം നമുക്കറിയാം. അതുപോലെ തന്നെ പ്രമാണത്തിന് വിശ്വാസത്തിനെയും സത്യത്തിൻ്റെയും പര്യായപദാട്ടോ. പ്രമാണം എന്ന് പറഞ്ഞാൽ വിശ്വാസം, സത്യം. ഇനി പ്രായേണ എന്ന് പറഞ്ഞാൽ മിക്കവാറും. പ്രായേണ എന്താണ്? മിക്കവാറും. ഭരദ്വാജൻ ആരാണ്? ഭരദ്വാജൻ ദ്രോണരുടെ പിതാവാണ് കേട്ടോ. ഭരദ്വാജൻ ആരാണ്? ഭരദ്വാജൻ ദ്രോണരുടെ പിതാവ്. അടുത്തത് ഭൂഷ അലങ്കാരമാട്ടോ. ഭൂഷണം, ഭൂഷ ഒക്കെ എന്താണ്? അലങ്കാരമാണ്. ഭൂഷ അലങ്കാരം. ഭൂഷ എന്താണ്? അലങ്കാരം. അടുത്തത് ബേരി. ബേരി എന്താണ്? ഒരു വലിയ വാദ്യമാണ് ബേരി എന്ന് പറഞ്ഞാട്ടോ. ഒരു വലിയ വാദ്യത്തെയാണ് ബേരി അല്ലെങ്കിൽ മുഴക്കം. മുഴക്കം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു വലിയ വാദ്യം എന്ന് പറയാം. ഇത് രണ്ടിനും ബേരി എന്ന് പറയട്ടോ. അപ്പോൾ ഒരു വലിയ വാദ്യം അല്ലെങ്കിൽ ഒരു മുഴക്കമാണ് ബേരി. ഇനി എന്താണ്? മഞ്ചരി എന്നാൽ പൂങ്കുല. അതുപോലെ കവിത എഴുതാനുള്ളൊരു താളക്രമമാണ് അല്ലേ. മഞ്ചരി എന്ന് പറഞ്ഞാൽ കവിത എഴുതാനുള്ളൊരു താളക്രമമാണ്. അത് നമുക്കറിയാം മഞ്ചരി. അതുപോലെ തന്നെ പൂങ്കുലക്കും മഞ്ചരി എന്ന് പറയും കേട്ടോ. പൂങ്കുല, മഞ്ചരി. പിന്നെന്താണ്? മഞ്ചുളം എന്ന് പറഞ്ഞാൽ എന്താണ്? മനോഹരം. മഞ്ചുളം മനോഹരമാണ്. മഞ്ചുളം മനോഹരം. ഇനി മണ്ണരട്. മണ്ണിൻ്റെ അടുക്കാട്ടോ. മണ്ണരട് എന്താണ്? മണ്ണിൻ്റെ അടുക്ക്. മണ്ണടര് എന്താണ്? മണ്ണിൻ്റെ അടുക്ക്. അടുത്തത് മതി എന്താണ്? ബുദ്ധി ആട്ടോ. ബുദ്ധി, ചന്ദ്രൻ, തൃപ്തിയാകുക. അപ്പോൾ ചന്ദ്രൻ്റെ ഒരു പര്യായപദമാണ് മതി കേട്ടോ. മതി ചന്ദ്രൻ്റെ ഒരു പര്യായപദമാണ്. അതുപോലെ ബുദ്ധി എന്നും പറയും കേട്ടോ. മതിക്ക് ബുദ്ധി. അതുപോലെ തൃപ്തിയാകുക, മതി. അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ഉള്ള ഏതൊക്കെയാണ്? ബുദ്ധിക്കും മതി പറയും. അതുപോലെ ചന്ദ്രൻ്റെ പര്യായപദം കേട്ടോ. മതി എന്ന് പറഞ്ഞാൽ മതി ഏതൊക്കെയാണ്? ബുദ്ധി, ചന്ദ്രൻ, തൃപ്തിയാകുക. ഇനി മധ്യാഹ്നം എന്ന് പറഞ്ഞാൽ ഉച്ച നേരത്തെയാണ് അല്ലേ. മധ്യാഹ്നം എന്ന് പറയുന്നത് മധ്യാഹ്നം എന്താണ്? ഉച്ചനേരം. മനോജ്ഞം മനോഹരം. നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ. മഞ്ചുളം മനോഹരമാണ്. അതുപോലെ എന്താണ്? മനോജ്ഞം എന്ന് പറഞ്ഞാലും മനോഹരമാണ്. അപ്പോൾ മനോഹരത്തിൻ്റെ രണ്ട് പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? മഞ്ചുളം അതുപോലെ മനോജ്ഞം. മഞ്ചുളം, മനോജ്ഞം. മന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ശബ്ദം അല്ലെങ്കിൽ രഹസ്യം പറച്ചിലാണ് അല്ലേ. മന്ത്രം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചെറിയ ശബ്ദം അല്ലെങ്കിൽ രഹസ്യം പറച്ചിലാണ് മന്ത്രണം. മന്ത്രണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടോ. മന്ത്രണം. ഇനി മന്ത്രസ്ഥായി, പതിന്ന സ്വരത്തിലുള്ള, അതും അങ്ങനെ തന്നെ കേട്ടോ. മന്ത്രണം, മന്ത്രസ്ഥായി എന്നൊക്കെ പറഞ്ഞാൽ പതിന്ന സ്വരത്തിലുള്ള രഹസ്യം പറച്ചിലാണ് മന്ത്രണം. അതുപോലെ മന്ത്രസ്ഥായി. ഇനി മാഹേന്ദ്രജാലം എന്ന് പറഞ്ഞാൽ എന്താ? മായാജാലം അല്ലെങ്കിൽ മായാവിദ്യയാണ് മാഹേന്ദ്രജാലം. മായാജാലം അല്ലെങ്കിൽ മായാവിദ്യ. മാദകം എന്താണ്? മതിപ്പിക്കുന്നത്, ലഹരി പകരുന്നതാണ് മാദകം. മതിപ്പിക്കുന്നത്, ലഹരി പകരുന്നത്. ഇനി മാധവകാലം ഇടവ മാസത്തെയാണ്. അപ്പോൾ പൂന്തേനുള്ള കാലമാണ് മാധവകാലം എന്ന് പറഞ്ഞാൽ ഇടവ മാസത്തെ പറയുന്ന കേട്ടോ. മാധവകാലം എന്ന്. ഇനി മാനവർ മനുഷ്യരാണ്. മാമലകൾ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ മലകൾ. മാമലകൾ, വലിയ മലകൾ. അപ്പോൾ ബേരി നമ്മൾ പറഞ്ഞു ഒരു വലിയ വാദ്യം, ഒരു മുഴക്കത്തിനെ ബേരി എന്ന് പറയും. മഞ്ചരി എന്തായിരുന്നു? പൂങ്കുല എന്നാണ്. പിന്നെ അതുപോലെ തന്നെ കവിത എഴുതാനുള്ള ഒരു താളക്രമമാണ് മഞ്ചരി. മഞ്ചുളം മനോഹരമാണ്. മണ്ണരട് എന്താണ്? മണ്ണിൻ്റെ അടുക്കാണ്.
മതി എന്താണ് ബുദ്ധി, അതുപോലെ ചന്ദ്രൻ തൃപ്തിയാകുക, ചന്ദ്രൻ്റെ പര്യായപദമാണ് കേട്ടോ മതി. അതുപോലെ ബുദ്ധിക്കും മതി എന്ന് പറയും. പിന്നെ മധ്യാഹ്നം ഉച്ചനേരാണ്. പിന്നെ മനോജ്ഞം എന്താണ് മനോഹരം, മനോജ്ഞം. അതുപോലെ മഞ്ജുളം ഇവയൊക്കെ എന്താണ് മനോഹരമാണ്. ഇനി മന്ത്രണം മന്ത്രസ്ഥായി എന്ന് പറഞ്ഞാൽ എന്താ പതിന്ന സ്വരത്തിലുള്ള ചെറിയ ശബ്ദം അല്ലെങ്കിൽ രഹസ്യം പറച്ചിലാട്ടോ. മന്ത്രണം മന്ത്രസ്ഥായി. മാഹേന്ദ്രജാലം മായാജാലം അല്ലെങ്കിൽ മായാവിദ്യയാണ്. മാദകം എന്താണ് മതിപ്പിക്കുന്നത് അല്ലെങ്കിൽ ലഹരി പകരുന്നത്. മാധവകാലം ഇടവമാസത്താണോ, ഇടവമാസം മാധവകാലം പൂന്തേനുള്ള കാലം. മാനവരെന്താണ് മനുഷ്യരാണ്. മാമലകൾ വലിയ മലകൾ. അടുത്തത് മിഥ്യ, മിഥ്യ ഇല്ലാത്തതാട്ടോ. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. മുകിൽ എന്താണ് മുകിൽ മേഘത്തിന്റെ പര്യായപദമാണ് മുകിൽ. അതുപോലെ നീരദം എന്ന് പറഞ്ഞാൽ എന്താണ് മേഘത്തിന്റെ പര്യായപദ. അപ്പോൾ മുകിൽ നീരദം എന്നൊക്കെ പറഞ്ഞാൽ മേഘമാണ് കേട്ടോ. മുക്തൻ, മുക്തൻ മുഴുകിയവൻ അല്ലെങ്കിൽ അത് ലയിച്ചവൻ എന്നൊക്കെ പറയൂലേ. മുക്തൻ എന്ന് പറഞ്ഞാൽ മുഗ്ധൻ, മുഗ്ധൻ മുഴുകിയവൻ ലയിച്ചവൻ. മുണ്ടകൻ എന്ന് പറഞ്ഞാൽ ഒരു തരം നെല്ലാണ്. അതുപോലെ കന്നിമാസത്തിൽ വിതയ്ക്കുന്ന നിലം, അതായത് വിതയ്ക്കുന്ന നിലത്തിനും മുണ്ടകൻ എന്ന് പറയും കേട്ടോ. മുണ്ടക കൃഷി എന്നൊക്കെ പറയൂലേ. ഒരു തരം നെല്ലിനും പറയുന്നു മുണ്ടകൻ. അതുപോലെ കന്നിമാസത്തിൽ വിതയ്ക്കുന്ന നിലം. പിന്നെന്താണ് മുൾത്തടി ഒരു ആയുധമാട്ടോ. മുൾത്തടി എന്ന് പറഞ്ഞാൽ ഒരു ആയുധമാണ്. മൃദുലം മാർദ്ദവമുള്ളതാണ് മൃദുലം. മേ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ, മേ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആണ്. മോഹനം മോഹിപ്പിക്കുന്നതാണ്. ലളിത എന്താണ് ലളിത സുന്ദരി, ലളിത സുന്ദരിയാണ്. ഇനി ലവലേശം അല്പം പോലും, ലവലേശം അല്പം പോലും. ലസിക്കുക ശോഭിക്കുക, അത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലസിക്കുക ശോഭിക്കുക. ലാവണ്യം സൗന്ദര്യം, ലാവണ്യം സൗന്ദര്യം. ലാസ്യം ഒരു തരം നൃത്തഭാവമാണ് ലാസ്യം. വമ്പോടെ എന്ന് പറഞ്ഞാൽ ഊറ്റത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ. വർണ്ണം നിറം ജാതി വർഗം അക്ഷരം, അക്ഷരത്തിനും ഒരു വർണ്ണം ഉണ്ട് അല്ലേ, അത് അക്ഷരത്തിനും പറയും നമ്മൾ വർണ്ണെന്ന്. അതുപോലെ പിന്നെന്താണ് നിറത്തിന് പറയും. അതുപോലെ ജാതി വർഗം ഇവയൊക്കെ വർണ്ണം എന്ന് പറയും അല്ലേ. ഏതൊക്കെയാണ് വർണ്ണം നിറം പറയും, അതുപോലെ ജാതി വർഗം അക്ഷരം ഇതൊക്കെ പെടും കേട്ടോ. അപ്പം മിഥ്യ ഇല്ലാത്തതാണ്. മുകിലെന്താണ് മേഘം, മുകില് അതുപോലെ നീരദമൊക്കെ മേഘത്തിൻ്റെ പര്യായപദങ്ങളാണ്. മുക്തൻ എന്താണ് മുഴുകിയവൻ അല്ലെങ്കിൽ ലയിച്ചവൻ. മുണ്ടകൻ ഒരു തരം നെല്ലാണ്. കന്നിമാസത്തിൽ വിതയ്ക്കുന്ന നിലം അതുപോലെ തന്നെയാണ്. പിന്നെന്താണ് മുൾത്തടി എന്താണ് ഒരു ആയുധമാണ്. മൃദുലം എന്താണ് മാധവമുള്ളത്. അപ്പം മേ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നും പറയും എൻ്റെ എന്നും പറയും കേട്ടോ. മേ മോഹനം മോഹിപ്പിക്കുന്നതാണ്. ലളിത സുന്ദരി. ലവലേശം എന്താണ് അല്പം പോലും. പിന്നെന്താ ലസിക്കുക ശോഭിക്കുക, ലസിക്കുക ശോഭിക്കുക. ലാവണ്യം സൗന്ദര്യമാണ്. ലാസ്യം എന്താണ് ഒരു തരം നൃത്തഭാവമാണ് ലാസ്യം. വമ്പോടെ ഊറ്റത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെയാണ് എന്താണ് വമ്പോടെ എന്ന് പറഞ്ഞാൽ. വർണ്ണം എന്താണ് നിറം പറയും. അതുപോലെ ജാതി വർഗം, അതുപോലെ അക്ഷരത്തിനും വർണ്ണം എന്ന് പറയും അല്ലേ. അടുത്തത് വല്ലഭം, വല്ലഭം എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യം അല്ലെങ്കിൽ ശക്തി ബോധം ഇതൊക്കെ അർത്ഥം വരുന്നുണ്ട് കേട്ടോ. വല്ലഭത്തിൻ്റെ അർത്ഥം എന്താണ് സാമർത്ഥ്യമുണ്ട്, ശക്തി ഉണ്ട്, ബോധം. വല്ലഭം എന്തൊക്കെയാണ് സാമർത്ഥ്യം ശക്തി ബോധം. അപ്പോൾ സാമർത്ഥ്യത്തിനും വല്ലഭം എന്ന് പറയാം, ശക്തിക്ക് വല്ലഭം എന്ന് പറയാം, ബോധം എന്ന് പറഞ്ഞാലും വല്ലഭാട്ടോ. അപ്പോൾ വല്ലഭം ഏതൊക്കെയാണ് സാമർത്ഥ്യം ശക്തി ബോധം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പാർട്ട് 1 കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് പാർട്ട് 1. പാർട്ട് 2 കുറച്ചേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കാം. പാർട്ട് 2 2 യൂണിറ്റാണ് കേട്ടോ ഉള്ളത്. അനുധാവനം, അനുധാവനം പിന്തുടരലാണ് കേട്ടോ. അനുധാവനം എന്ന് പറഞ്ഞാൽ പിന്തുടരൽ. അനുഭൂതി എന്താണ് തോന്നൽ അനുഭവം, അനുഭൂതി തോന്നൽ അനുഭവം. അപ്പം അനുധാവനം എന്താണ് പിന്തുടരലാണ് കേട്ടോ. അറിയാത്തുള്ള നോട്ട് ചെയ്യാം. അനുരണനം എന്താണ് അനുരണനം മാറ്റൊലി അല്ലെങ്കിൽ മൃദുവായ ശബ്ദമാണ് അനുരണനം. അനുരണനം എന്താണ് മൃദുവായ ശബ്ദം അല്ലെങ്കിൽ മാറ്റൊലി. അന്തിമം എന്താണ് അവസാനത്തെ, അന്തിമം അവസാനത്തെ. ആദിമധ്യാന്തം എന്ന് പറഞ്ഞാൽ എന്താ ആദിമധ്യാന്തം ആദ്യം മുതൽ അവസാനം വരെ എന്നാട്ടോ പറയാം. ആദിമധ്യാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം മുതൽ അവസാനം വരെ ആദിമധ്യാന്തം. ആധിക്യം, ആധിക്യം കൂടുതലാണ് കേട്ടോ. ആവാഹിക്കുക എന്താണ് സമീപത്ത് വരുത്തുകയാണ് ആവാഹിക്കുക. ആയുസ് ജീവിതകാലം അല്ലെങ്കിൽ ജീവിതമാണ് ആയുസ്. ഇനി ഇക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം, ഈ സമയമാണ് ഇക്ഷണം. ഉദാത്തം എന്ന് പറഞ്ഞാൽ ഉയർന്ന അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ, ഉയർന്ന ഉത്കൃഷ്ടമായ എന്നാണ് ഉദാത്തം കേട്ടോ. ഉദാത്തം എന്ന് പറഞ്ഞാൽ എന്താണ് ഉയർന്ന ഉത്കൃഷ്ടമായ. അപ്പം അനുധാവനം എന്താണ് പിന്തുടരലാണ്. അനുധാവനം എന്താണ് പിന്തുടരൽ. അനുഭൂതി തോന്നൽ അനുഭവം ഇതൊക്കെ പറയും അനുഭൂതി എന്ന് പറഞ്ഞാൽ. അനുരണനം എന്താണ് മാറ്റൊലി അല്ലെങ്കിൽ മൃദുവായ ശബ്ദം. അന്തിമം അവസാനത്തെ.
ആദിമധ്യാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം മുതൽ അവസാനം വരെ. ആധിക്യം കൂടുതലാണ്, ആവാഹിക്കുക സമീപത്ത് വരുത്തുകയാണ്. ആയുസ് എന്താണ്? ജീവിതകാലം അല്ലെങ്കിൽ ജീവിതം. ഈ ക്ഷണം എന്ന് പറഞ്ഞാൽ ഈ സമയമാണ്. ഇനി ഉദാത്തം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉത്കൃഷ്ടമായ. ഉദാത്തം എന്താണ്? ഉയർന്ന ഉത്കൃഷ്ടമായ. അടുത്തത് എന്താണ്? ഉദ്വേഗം. ഉദ്വേഗം എന്ന് പറഞ്ഞാൽ വ്യാകുലത അല്ലെങ്കിൽ ഭയപ്പെടലാണ് ഉദ്വേഗം. ഉദ്വേഗം എന്താണ്? വ്യാകുലത അല്ലെങ്കിൽ ഭയപ്പെടൽ. ഉദ്വേഗം. ഉരുത്തിരിയുക എന്ന് പറഞ്ഞാൽ എന്താ? രൂപം കൊള്ളുകയാണ്. ഉരുത്തിരിയുക, രൂപം കൊള്ളുക. ഉരുത്തിരിയുക എന്താണ്? രൂപം കൊള്ളുക. ഒപ്പരം. ഒപ്പരം കൂടെ. ഒപ്പരം കൂടെ എന്ന് പറയും. ഗതകാലം, കഴിഞ്ഞ കാലത്തെയാണ് ഗതകാലം എന്ന് പറയും കേട്ടോ. ഗതകാലം എന്താണ്? കഴിഞ്ഞ കാലമാണ് ഗതകാലം. ഗതകാലം, കഴിഞ്ഞ കാലം. ഇനി നാത്തുക. നാത്തുക എന്ന് പറഞ്ഞാൽ തൂക്കിയിടുകയാണ്. നാത്തുക എന്ന് പറഞ്ഞാൽ നാത്തുക, തൂക്കിയിടുക. താൻ തോന്നി എന്നാണ്, തനിക്ക് തോന്നിയതുപോലെ നടക്കുന്നയാളാണെന്ത്? താൻ തോന്നി. ഇനി തോന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? താൻ തോന്നിത്തരമാണെന്ത്? താൻ തോന്നിത്തമാണെന്ത്? തോന്യാസം. ഇനി ദീപ്തം എന്താണ്? ജ്വലിച്ചതാട്ടോ. ദീപ്തം, ജ്വലിച്ചത്. ദുരിതം, ആപത്ത് അല്ലെങ്കിൽ കഷ്ടപ്പാടിനാണ് ദുരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്വേഗം എന്തായിരുന്നു? വ്യാകുലത അല്ലെങ്കിൽ ഭയപ്പെടലാണ്. പിന്നെന്താണ്? ഉരുത്തിരിയുക, രൂപം കൊള്ളുകയാണ്. ഒപ്പരം കൂടെ. ഗതകാലം എന്താണ്? കഴിഞ്ഞ കാലം. ഇനി നാത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? തൂക്കിയിടുക. താൻ തോന്നി, തനിക്ക് തോന്നിയതുപോലെ നടക്കുന്ന ആളാണെന്ത്? താൻ തോന്നി. തോന്യാസം, താൻ തോന്നിത്തമാണ്. ദീപ്തം എന്താണ്? ജ്വലിച്ചത്. ദീപ്തം, ജ്വലിച്ചത്. ദുരിതം, ആപത്ത് അല്ലെങ്കിൽ കഷ്ടപ്പാട്. അടുത്തത് ദൃശ്യം. ദൃശ്യം കാഴ്ചയാണ്. പല്ലക്ക് എന്താണ്? പല്ലക്ക് സമൂഹത്തിലെ ഉയർന്ന വിഭാഗം ആളുകളെ ചുമന്നു കൊണ്ടുപോകുന്ന ഉപകരണമായിരുന്നു അല്ലേ. അടുത്തത് പിരാന്ത്, ഭ്രാന്താണ്. പെരുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ. പെരുത്ത്, വളരെ. പ്രതിഭ എന്ന് പറഞ്ഞാൽ എന്താ? സവിശേഷമായ കഴിവ് അല്ലെങ്കിൽ സവിശേഷമായ ശേഷിയുള്ള ആളാണെന്ത്? പ്രതിഭ എന്ന് പറയുന്നത്. ഭീതി എന്താണ്? ഭയം. ഭീതി, ഭയം. മച്ച്, പലക പാകിയ തട്ട് അല്ലെങ്കിൽ അട്ടം എന്നൊക്കെ പറയും കേട്ടോ. മച്ചിന് എന്താണ്? പലക പാകിയ തട്ട് അല്ലെങ്കിൽ അട്ടമൊക്കെയാണ് മച്ച്. മലിനം എന്ന് പറഞ്ഞാൽ അഴുക്കാണ്. മാനം, അഭിമാനം എന്ന് പറയും. അതുപോലെ ആകാശം അല്ലെങ്കിൽ ഒരളവ് കൂടിയാട്ടോ മാനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആകാശത്തിൻ്റെ ഒരു പര്യായപദമാണ് മാനം. അതുപോലെ അഭിമാനം എന്ന് പറയും. അതുപോലെ ഒരളവ് കൂടിയാണ് മാനം. വാസ്തവം എന്ന് പറഞ്ഞാൽ പരമമായ സത്യമാണ്. വാസ്തവം, പരമമായ സത്യം. വികൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? വിരൂപം. എന്താണ്? വിഭത്സം, മനസ്സിനെ വികാരപ്പെടുത്തുന്നത്. ഇതൊക്കെയാണ് വികൃതം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വിരൂപം, വികൃതത്തിൻ്റെ ഒരു പര്യായപദമാണ് വിരൂപം. അതുപോലെ ബീഭത്സം എന്ന് പറഞ്ഞാൽ എന്താ? ബീഭത്സം എന്ന് പറഞ്ഞാലും വികൃത കേട്ടോ. ബീഭത്സം വികൃതമാണ്. മനസ്സിനെ വികാരപ്പെടുത്തുന്നതാണ് വികൃതം. ഇനി ദൃശ്യം എന്താണ്? കാഴ്ച. പല്ലക്ക് എന്താണ്? സമൂഹത്തിലെ ഉയർന്ന വിഭാഗം ആളുകളെ ചുമന്നു കൊണ്ടുപോകുന്ന ഉപകരണമായിരുന്നു. പിരാന്ത്, ഭ്രാന്താണ്. പെരുത്ത്, വളരെ. പ്രതിഭ എന്താണ്? സവിശേഷമായ ഒരു കഴിവാണ് പ്രതിഭ എന്ന് പറഞ്ഞാൽ. അതുപോലെ അതിങ്ങനെ സവിശേഷ ശേഷിയുള്ള ആൾക്കും പ്രതിഭ എന്ന് പറയൂലേ. ഇനി ഭീതി, ഭയമാണ്. മച്ചെന്താണ്? പലക പാകിയ തട്ട് അല്ലെങ്കിൽ അട്ടം. മലിനം, അഴുക്കാണ്. മാനം എന്താണ്? അഭിമാനം. അതുപോലെ ആകാശം, ഒരളവ്. പിന്നെന്താണ്? വാസ്തവം എന്താണ്? പരമമായ സത്യമാണ്. വികൃതം, വിരൂപമാണ്. അതുപോലെ ബീഭത്സമാണ്. മനസ്സിനെ വികാരപ്പെടുത്തുന്നതാണ് വികൃതം. ഇനി വികൃതം കഴിഞ്ഞാൽ വിരഹം. വിരഹം വേർപാട് അല്ലെങ്കിൽ വിയോഗമാണ്. എന്ത്? വിരഹം എന്ന് പറഞ്ഞാൽ എന്താ? വേർപാട് അല്ലെങ്കിൽ വിയോഗം. വിശുദ്ധത, പരിശുദ്ധിയാണ് വിശുദ്ധത എന്ന് പറയുന്നത്. വേവലാതി, പരിഭ്രമം. വേവലാതി, പരിഭ്രമമാണ്. വൈരൂപ്യം, അഭംഗി. എന്താണ്? ഭംഗിയില്ലാത്ത അവസ്ഥയാണ് വൈരൂപ്യം എന്ന് പറയുന്നത്. ശോഷിക്കുക, മെലിയുക അല്ലെങ്കിൽ ഉണങ്ങുക. ശോഷിക്കുക എന്ന് പറഞ്ഞാൽ മെലിയുക അല്ലെങ്കിൽ ഉണങ്ങുക. സഹതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ ദുഃഖിക്കുന്നതാണ് സഹതാപം. സാന്ത്വനം എന്ന് പറഞ്ഞാൽ സമാധാനപ്പെടുത്തലാണ്. സാന്ത്വനം എന്താണ്? സമാധാനപ്പെടുത്തൽ. അപ്പോൾ ഒന്നുകൂടി പറയാം. വിരഹം വേർപാട് അല്ലെങ്കിൽ വിയോഗമാണ്. വിശുദ്ധത എന്താണ്? പരിശുദ്ധിയാണ്. വേവലാതി, പരിഭ്രമം. ഇനി എന്താണ്? വൈരൂപ്യം, അഭംഗിയാണ്. ശോഷിക്കുക എന്താണ്? മെലിയുക അല്ലെങ്കിൽ ഉണങ്ങുക. സഹതാപം എന്താണ്? കൂടെ ദുഃഖിക്കുന്നതാണ് സഹതാപം. സാന്ത്വനം, സമാധാനപ്പെടുത്തൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ട് 2-ലുള്ളത്. ഇനി നമുക്ക് എന്താണ്? മലയാളം സെക്കൻഡ് നോക്കട്ടോ. മലയാളം സെക്കൻഡിൽ കൊടുത്തിട്ടുള്ള പര്യായപദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഗതികൾ. അഗതികൾ എന്നതാണ് ആശ്രയമില്ലാത്തവർ അല്ലെങ്കിൽ ആരുമില്ലാത്തവർ അല്ലെങ്കിൽ പോകാൻ ഇടമില്ലാത്തവരൊക്കെയാണ് അഗതികൾ എന്ന് പറയുന്നത് അല്ലേ. അജ്ഞാതൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തവനാണ് അജ്ഞാതൻ. അജ്ഞാതനാരാണ്? അറിയപ്പെടാത്തവനാണ്. അഞ്ജലി. അഞ്ജലി എന്ന് പറഞ്ഞാൽ തൊഴുകൈയാണ് കേട്ടോ. അഞ്ജലി എന്ന് പറഞ്ഞാൽ തൊഴുകൈയാണ്. അത്തൽ. അത്തൽ എന്താണ്? ദുഃഖം. അതുപോലെ എന്താണ്? അല്ലൽ, വ്യസനം. ഇതൊക്കെ എന്താണ്? ദുഃഖത്തിൻ്റെ പര്യായപദം കേട്ടോ. അത്തൽ എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? അല്ലൽ, വ്യസനം,
അത്തൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് അത്തലുണ്ട്, അല്ലലുണ്ട്, വ്യസനം. ഇതൊക്കെ ദുഃഖത്തിൻ്റെ പര്യായപദങ്ങളാണ്. ഏതൊക്കെയാണ്? അത്തൽ, അല്ലൽ, വ്യസനം. അടുത്തത് അദൃശ്യൻ എന്താണ്? കാഴ്ചയിൽ ഇല്ലാത്തവനാട്ടോ, മറ്റുള്ളവർക്ക് കാണാൻ ആവാത്തവനാണെന്ത്? അദൃശ്യൻ എന്ന് പറയുന്നത്. അനുഷ്ഠാനം മതകർമ്മങ്ങൾ അല്ലെങ്കിൽ മറ്റൊന്നിനെ അനുസരിച്ചുള്ളൊരു പ്രവർത്തനത്തെയാണ് അനുഷ്ഠാനം എന്ന് പറയുന്നാൽ. ഇനി അപായം എന്താണ്? ആപത്ത് അല്ലെങ്കിൽ അപകടമാണ് അപായം. അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കൽ, അതായത് അഭാവത്തിൽ എന്ന് പറയൂലേ, അഭാവം ഇല്ലാതിരിക്കലാണ്. അവജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? വെറുപ്പ്, നിന്ദ, മതിപ്പ് കുറവാണ് അവജ്ഞ. അവജ്ഞ എന്താണ്? വെറുപ്പ്, നിന്ദ, മതിപ്പ് കുറവ്. അപ്പോൾ ഏതൊക്കെ ഒന്നുകൂടി നോക്കാം. അഗതികൾ എന്താണ്? ആരും ആശ്രയമില്ലാത്തവർ, ആരുമില്ലാത്തവർ, അതുപോലെ പോകാൻ ഇടമില്ലാത്തവർ. അജ്ഞാതൻ അറിയപ്പെടാത്തവനാണ്. അഞ്ജലി തൊഴുകയാണ്. അത്തൽ എന്താണ്? അത്തല് ദുഃഖത്തിൻ്റെ പര്യായപദമാണ്. അതുപോലെ അല്ലല്, വ്യസനമൊക്കെ ദുഃഖത്തിൻ്റെ പര്യായപദാട്ടോ. അദൃശ്യൻ എന്താണ്? കാഴ്ചയിൽ ഇല്ലാത്തവൻ, അതുപോലെ മറ്റുള്ളവർക്ക് കാണാൻ ആവാത്തവനാണ്. അനുഷ്ഠാനം എന്താണ്? മതകർമ്മങ്ങളാണ്, അതുപോലെ മറ്റൊന്നിനെ അനുസരിച്ചുള്ളൊരു പ്രവർത്തനമാണ്. അപായം, ആപത്ത്, അപകടം. അഭാവം എന്താണ്? ഇല്ലാതിരിക്കലാണ്. അവജ്ഞ എന്താണ്? വെറുപ്പ്, നിന്ദ, മതിപ്പ് കുറവ്. അടുത്തത് അവലക്ഷണം. അവലക്ഷണം എന്താണ്? ലക്ഷണം ഇല്ലാത്തതാണ് അവലക്ഷണം. ലക്ഷണം ഇല്ലാത്തതാണ് അവലക്ഷണം. അസഹ്യം എന്താണ്? സഹിക്കാൻ കഴിയാത്തതാണ്. അസംഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണമറ്റ അല്ലെങ്കിൽ നിരവധിയായ എന്നുള്ളതാണ് അസംഖ്യം. അർപ്പിക്കുക, ആദരപൂർവ്വം കൊടുക്കുന്നതാണ് അർപ്പിക്കുക എന്ന് പറയുന്നത് കേട്ടോ. ആദരപൂർവ്വം കൊടുക്കുന്നതാണ് അർപ്പിക്കുക. ആത്മഗതം, മനസ്സിൽ പറയുന്നതാണ് ആത്മഗതം. ആത്മരക്ഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ആത്മരക്ഷാർത്ഥം. ആലേഖ്യം, ആലേഖ്യം എന്താണ്? ചിത്രം അല്ലെങ്കിൽ ചിത്രരചനയ്ക്കാണ് ആലേഖ്യം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിത്രം അല്ലെങ്കിൽ ചിത്രരചനയ്ക്ക് എന്താ പറയുക? ആലേഖ്യം എന്നും പറയും കേട്ടോ. ആവരണം, മറ അല്ലെങ്കിൽ ഒരു മൂടിയാണ് ആവരണം. ആശാൻ എന്താണ്? ഗുരു, ആചാര്യൻ, അതുപോലെ കളരി പ്രമാണി. ഇതൊക്കെ ആശാനാണ്. ആശാൻ എന്തൊക്കെയാണ്? ഗുരു എന്ന് പറയും, ഗുരുവിന് ആശാൻ എന്ന് പറയും. അതുപോലെ ആചാര്യൻ, അതുപോലെ കളരി പ്രമാണി. ഇനി ഇടതടവ്, ഇടയ്ക്കുള്ള പ്രതിബന്ധമാണ് ഇടതടവ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇടയ്ക്കുള്ള പ്രതിബന്ധം. ഇരമ്പൽ എന്താണ്? മുഴക്കം, തുടർച്ചയായുള്ള വലിയൊരു ശബ്ദമാണ് ഇരമ്പൽ. ഇറമ്പ് എന്ന് പറഞ്ഞാൽ അരിക കേട്ടോ. ഇറമ്പ്, അരിക്, അരികാണ് ഇറമ്പ്. ഉടുപുടവ, ഉടുക്കുന്ന വസ്ത്രമാണ് ഉടുപുടവ. അപ്പോൾ അവലക്ഷണം ലക്ഷണമില്ലാത്തതാണ്. അസഹ്യം എന്താണ്? സഹിക്കാൻ കഴിയാത്തത്. അസംഖ്യം എണ്ണമറ്റ അല്ലെങ്കിൽ നിരവധിയായ. അർപ്പിക്കുക, ആദരപൂർവ്വം കൊടുക്കുകയാണ്. ആത്മകഥ എന്താണ്? മനസ്സിൽ പറയുന്നതാണ്. ആത്മരക്ഷാർത്ഥം സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആലേഖ്യം എന്താണ്? ചിത്രം അല്ലെങ്കിൽ ചിത്രരചന. ആവരണം മറ അല്ലെങ്കിൽ മൂടി. ആശാൻ എന്താണ്? ഗുരു, ആചാര്യൻ, കളരി പ്രമാണി. ഇടതടവ് ഇടയ്ക്കുള്ള പ്രതിബന്ധമാണ്. ഇറമ്പൽ എന്താണ്? മുഴക്കം അല്ലെങ്കിൽ തുടർച്ചയായുള്ള വലിയ ശബ്ദമാണ്. ഇറമ്പ് അരികാണ്. ഉടുപുടവ ഉടുക്കുന്ന വസ്ത്രം. ഇനി ഉടുപുടവ കഴിഞ്ഞാൽ അടുത്തത് ഉത്തമം. ഉത്തമം ശ്രേഷ്ഠമാണ്. ഉർവി എന്താണ്? ഭൂമി, ധര, ധരിത്രി. അപ്പൊ ഭൂമിയുടെ പര്യാപദങ്ങൾ നോക്കി ഇപ്പോൾ തന്നെ പഠിച്ചേ. ഏതൊക്കെയാണ്? ഉർവി ഭൂമിയുടെ പര്യാപദമാണ്. ധര, ധരിത്രി. ധര, ധരിത്രി, ഉർവി. ധര, ധരിത്രി, ഉർവി ഇതൊക്കെ എന്താണ്? ഭൂമിയുടെ പര്യായപദങ്ങളാട്ടോ. അടുത്തത് ഐകമത്യം. ഐകമത്യം അഭിപ്രായത്തിലുള്ള യോജിപ്പാണ് ഐകമത്യം. ഐക്യമത്യം കേട്ടോ, ഐകമത്യാണ്. ഓല് എന്ന് പറഞ്ഞാൽ അവരാണ്. ഓല്, അവര്. അപ്പം ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ഉത്തമം ശ്രേഷ്ഠമാണ്. ഭൂമിയുടെ പര്യായപദങ്ങൾ ഉർവി, ധര, ധരിത്രി. ഐകമത്യം അഭിപ്രായത്തിലുള്ള യോജിപ്പാണ്. ഓല്, അവർ. അടുത്തത് ഓള്. ഓള് എന്ന് പറഞ്ഞാൽ അവൾ എന്നുണ്ട്. അതുപോലെ കണ്ണാടിക്കുട്ട, വിടവുകളുള്ള ചൂരൽക്കുട്ട അല്ലെങ്കിൽ തേങ്ങാക്കുട്ടയാണ് കണ്ണാടിക്കുട്ട. കതിരോൻ, സൂര്യൻ, ആദിത്യൻ, ദിവാകരൻ. അപ്പോൾ സൂര്യൻ്റെ പര്യായപദാട്ടോ കതിരോൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ വേറെ ഇതൊക്കെ ഉണ്ട്, ആദിത്യൻ, അതുപോലെ ദിവാകരൻ. അതൊക്കെ സൂര്യൻ്റെ പര്യായപദമാണ്. ഇതൊക്കെയാണ് കതിരോൻ, ആദിത്യൻ, ദിവാകരൻ. കതിരോൻ, ആദിത്യൻ, ദിവാകരൻ. കയം എന്താണ്? വളരെ ആയത്തിൽ വെള്ളമുള്ള സ്ഥലമാണ് കയം എന്ന് പറഞ്ഞാൽ കേട്ടോ. വളരെ ആയത്തിൽ വെള്ളമുള്ള സ്ഥലമാണ് കയം. കയ്യോന്നി, ദശപുഷ്പത്തിൽ ഒന്നാണ് കയ്യോന്നി. കരകയറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷപ്പെടുത്തുകയാണ്. കാഞ്ഞിരവള്ളി. കാഞ്ഞിരവള്ളി ഒട്ടും നാരില്ലാത്തൊരിനും കാച്ചിലിൻ്റെ വള്ളിയാണ്. കാഞ്ഞിരത്തിൻ്റെ ഇലയോട് സാമ്യമുള്ളതിനാലായിരിക്കാം ഈ പേര് വന്നത്. കിനാവ് സ്വപ്നമാണ്. കുന്തളം. കുന്തളം മുടി. മുടിയുടെ പര്യായപദമാണ് കുന്തളം. അതുപോലെ മുടിക്കെട്ടിന് എന്താണ്? കുന്തള ബന്ധം എന്നാട്ടോ പറയാം. മുടി കുന്തളം. അപ്പം മുടിക്കെട്ട് എന്താണ്? കുന്തള ബന്ധം. അപ്പോൾ ഓള് അവളാണ്. കണ്ണാടിക്കുട്ട എന്താ? വിടവുകളുള്ള ചൂരൽക്കുട്ടക്ക് അല്ലെങ്കിൽ തേങ്ങാക്കുട്ടക്കൊക്കെ കണ്ണാടിക്കുട്ട എന്ന് പറയും. അതുപോലെ കതിരോൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ്റെ പര്യായപദമാണ്. ആദിത്യൻ, ദിവാകരൻ, കതിരോനൊക്കെ സൂര്യൻ്റെ പര്യായപദാട്ടോ. കായം എന്താണ്? വളരെ ആയത്തിൽ വെള്ളമുള്ള സ്ഥലമാണ്. കയ്യോന്നി ദശപുഷ്പത്തിൽ ഒന്നാണ്. കര കയറ്റുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുകയാണ്. പിന്നെന്താണ്? കാഞ്ഞിരവള്ളി എന്ന് പറഞ്ഞാൽ ഒട്ടും നാരില്ലാത്തൊരിനും കാച്ചിലിൻ്റെ വള്ളിക്കാണ് കാഞ്ഞിരവള്ളി എന്ന് പറയുന്നത്.
ഇനി കിനാവ് സ്വപ്നമാണ്. പിന്നെന്താണ് കുന്തളം, മുടിയുടെ പര്യായപദമാണ് കുന്തളം. മുടിക്കെട്ടിന് എന്താണ് കുന്തള ബന്ധം എന്നാണ് പറയാം. അടുത്തത് എന്താണ് കൂര എന്ന് പറഞ്ഞാൽ ചായ്ച്ചു കെട്ടിയ ചെറിയ വീട് അല്ലെങ്കിൽ ഒരു തരം നെല്ലിനും കൂര എന്ന് പറയട്ടോ. കൂര എന്താണ് ചായ്ച്ചു കെട്ടിയ ഒരു ചെറിയ വീടാണ് കൂര, അതുപോലെ ഒരു തരം നെല്ലുമാണ്. ഇനി കൃഷഗാത്ര എന്ന് പറഞ്ഞാൽ എന്താ കൃഷഗാത്ര മെലിന്ന ശരീരമുള്ളവളാണ് കൃഷഗാത്ര എന്താണ് മെലിന്ന ശരീരമുള്ളവൾ. കൈവിളക്ക് വഴി കാട്ടുന്ന എന്ന് പറയും, അതുപോലെ കയ്യിൽ കൊണ്ട് നടക്കാവുന്ന വിളക്കൊന്നുണ്ട് കേട്ടോ. അപ്പോൾ വഴി കാട്ടുന്ന എന്നുള്ളൊരു അർത്ഥമുണ്ട് കൈവിളക്കിന്. ഇനി എന്താണ് കൊപ്ലമീൻ എന്ന് പറഞ്ഞാൽ ഒരിനം മത്സ്യമാട്ടോ. കോവണി എന്താണ് ചവിട്ടുപടിയാണ്. ക്ഷുഭിതൻ കോപിച്ചവനാണ്. ഗനി എന്ന് പറഞ്ഞാൽ സ്വർണം, ഇരുമ്പ്, രത്നം, അതുപോലെ കൽക്കരി മുതലായവ കുഴിച്ചെടുക്കുന്ന സ്ഥലമാണ് ഗനി. ഖ്യാതി എന്താണ് പ്രസിദ്ധി അല്ലെങ്കിൽ കീർത്തി. ഖ്യാതിൻ്റെ എന്താണ് പ്രസിദ്ധി അല്ലെങ്കിൽ കീർത്തിയൊക്കെ അതിനൊക്കെ എന്താണ് ഖ്യാതി എന്ന് പറയും. അപ്പം എന്താണ് ഗാത്രം എന്താണ് ശരീരമാണ് ഗാത്രം. അപ്പം കൃഷഗാത്ര മെലിന്ന ശരീരമുള്ളവളാണ് നമ്മൾ പഠിച്ചില്ലേ. അപ്പം ഗാത്രം ശരീരമാണ്. ഗ്രാമശ്രീ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ ഐശ്വര്യമാണിത്. ഗ്രാമത്തിൻ്റെ ഐശ്വര്യമാണ് ഗ്രാമശ്രീ. അപ്പോൾ കൂര ചായ്ച്ചു കെട്ടിയ ചെറിയ വീട് അല്ലെങ്കിൽ ഒരു തരം നെല്ലാണ്. കൃഷഗാത്ര മെലിന്ന ശരീരമുള്ളവൾ. കൈവിളക്ക് എന്താണ് വഴി കാട്ടുന്ന എന്ന് അർത്ഥമുണ്ട്, അതുപോലെ കയ്യിൽ കൊണ്ട് നടക്കാവുന്ന വിളക്കാണ്. കൊപ്ലമീൻ ഒരിനം മത്സ്യമാണ്. പിന്നെ കോവണി ചവിട്ടുപടിയാണ്. ക്ഷുഭിതൻ കോപിച്ചവനാണ്. ഗനി എന്താണ് സ്വർണം, ഇരുമ്പ്, രത്നം അല്ലെങ്കിൽ കൽക്കരി ഇവയൊക്കെ കുഴിച്ചെടുക്കുന്ന സ്ഥലമാണെന്ത് ഗനി. ഖ്യാതി പ്രസിദ്ധി അല്ലെങ്കിൽ കീർത്തി. ഇനി ഗാത്രം എന്താണ് ശരീരം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗാത്രം ശരീരമാണ്. ഗ്രാമശ്രീ എന്താണ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യം. ഇനി ഗ്രാമശ്രീ കഴിഞ്ഞാൽ ഗ്രീഷ്മം എന്താണ് വേനൽക്കാലമാണ്. ചപ്പ് എന്ന് പറഞ്ഞാൽ കരിയില അല്ലെ. ചാക്രികത എന്താണ് ചക്രം കറങ്ങുന്നത് പോലെ ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ വിതയ്ക്കുക, കൊയ്യുക എന്ന ആവർത്തനമുണ്ട് കേട്ടോ. ഇനി ചാതുര്യം എന്ന് പറഞ്ഞാൽ സാമർഥ്യമാണ്. ഇതാണ് ചാതുര്യം സാമർഥ്യം. ചെവിയുടെ മുകൾ ഭാഗത്താണ് ചെന്നി എന്ന് പറയുന്നത്. ചെമ്മേലും ഭംഗിയുള്ളതാണ് ചെമ്മേലും. ചെരുതി തിരുകി. ജിജ്ഞാസ് എന്താണ് അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രീഷ്മം വേനൽക്കാലം, ചപ്പ് കരയിലാണ്, ചാക്രികത എന്താണ് ചക്രം കറങ്ങുന്നത് പോലെ ആവർത്തിക്കുന്നതാണ്, അതുപോലെ വിതയ്ക്കുക എന്നർത്ഥമുണ്ട്, അതുപോലെ കൊയ്യുക എന്നർത്ഥമുണ്ട് കേട്ടോ. ചാതുര്യം സാമർഥ്യമാണ്. ചെന്നി എന്താണ് ചെവിയുടെ മുകൾ ഭാഗം. ചെമ്മേലും എന്താണ് ഭംഗിയുള്ള. ചെരുതി തിരുകി. ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം. അടുത്തത് ബേജാറ് അങ്കലാപ്പ്, കുഴപ്പം, വേവലാതി. ഭക്തിപൂർവ്വം എന്ന് പറഞ്ഞാൽ എന്താ ഭക്തിയോടെ. ഭർസിക്കുക എന്ന് പറഞ്ഞാൽ ശകാരിക്കുക അല്ലെ ശാസിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഭർസിക്കുക, ശകാരിക്കുക, ശാസിക്കുക. ഭീതി എന്താണ് പേടി, ഭയം. മഞ്ജുളം മനോഹര എന്ന് നമ്മൾ പറഞ്ഞു. മന്ദം എന്താണ് പതുക്കെ, ശാന്തമായി. മല്ലിടുക പോരടിക്കുകയാണ് മല്ലിടുക. മൽക്കരം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ കേട്ടോ. മൽക്കരം എൻ്റെ കൈ. മറിമ എന്താണ് ഇന്ദ്രജാലം അല്ലെങ്കിൽ മായാജാലം. ഇതിലേതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഭർസിക്കുക, ശകാരിക്കുക അല്ലെ ശാസിക്കുക കേട്ടോ. ഭർസിക്കുക. പിന്നെ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൽക്കരം എൻ്റെ കൈ. അടുത്തത് മാടി എന്ന് പറഞ്ഞാൽ മാളമാണ്. മാടം എന്ന് പറഞ്ഞാൽ എന്താ കാവൽപുര അല്ലെ ഒരു ചെറിയ വീടാണ് മാടം. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സൃഷ്ടികളിൽ ഏറ്റവും മികച്ചതാണ് മാസ്റ്റർ പീസ്. മാളം എന്താണ് പാമ്പും മറ്റും ഇരിക്കുന്ന മടയാണ്. മാറ് രണ്ടു കൈയും മാറും ചേർന്ന അളവാണ് മാറ്. മുകിൽ മേഘം നമ്മൾ നേരത്തെ പഠിച്ചു. മുഷ്ടി എന്താണ് ചുരുട്ടിപ്പിടിച്ച കൈപ്പടമാണ്. മൂർച്ഛിക്കുക എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക അല്ലെങ്കിൽ ബോധം കെടുകയാണ് എന്ത് മൂർച്ഛിക്കുക. മൃദുല ഭാവം എന്ന് പറഞ്ഞാൽ മാർദ്ദവമുള്ള ഭാവമാണ് മൃദുല ഭാവം. ഇതിലേതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം. ഏതാണ് മുകിൽ മേഘം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാടി മാളമാണ് കേട്ടോ. മാടി മാളം. എന്തായാലും മാളം എന്ന് പറഞ്ഞാൽ പാമ്പും മറ്റും ഇരിക്കുന്ന മട. മാടം എന്താണ് കാവൽപുര അല്ലെ ചെറിയ വീട്. അടുത്തത് എന്താണ് മെർക്കുറി ദ്രാവകാവസ്ഥയിലുള്ളൊരു മൂലകം അല്ലെങ്കിൽ രസം എന്നും പറയും കേട്ടോ. അത് മെർക്കുറി. മേലാക്കം മേലോട്ടാണ്. മൊഴി എന്താണ് വാക്ക് ചൊല്ല്. ലത എന്താണ് വള്ളിയാട്ടോ. ലത വള്ളി. വഴിയാണ്. വരമ്പിൻ കൊതുമ്പ് വരമ്പിൻ്റെ വക്കാട്ടോ. വസ്ത്രാഞ്ചലം എന്താണ് വസ്ത്രത്തിൻ്റെ അറ്റമാണ് വസ്ത്രാഞ്ചലം. വികൃതം വിരൂപമാണ്. വിണ്ണ് ആകാശത്തിൻ്റെ ഒരു പര്യായപദം കൂടി പഠിച്ചല്ലോ വിണ്ണ് കേട്ടോ. വിദഗ്ധൻ സാമർഥ്യമുള്ള ആളാണ്. പ്രത്യേകമായ ജ്ഞാനം സമ്പാദിച്ച ആളാണ് വിദഗ്ധൻ. അപ്പം ഇതിലേതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ് മേലാക്കം എന്ന് പറഞ്ഞാൽ മേലോട്ടാട്ടോ. മേലാക്കം മേലോട്ട്. ലത എന്താണ് വള്ളിയാണ്. അതുപോലെ തന്നെ എന്താണ് വസ്ത്രാഞ്ചലം വസ്ത്രത്തിൻ്റെ അറ്റമാണ്. വിണ്ണ് ആകാശം. അടുത്തത് എന്താണ് വിനിമയം എന്താണ് കൈമാറ്റം ചെയ്യാല്ലേ. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം അല്ലെങ്കിൽ പൂർണ്ണമായ എന്നാണ് വിശ്വം. വിളറുക എന്താണ് വിവരണമാവുക അല്ലെങ്കിൽ രക്തപ്രസാദം കുറയുന്നതാണ് വിളറുക എന്ന് പറഞ്ഞാൽ കേട്ടോ. വിവരണമാവുക അല്ലെങ്കിൽ രക്തപ്രസാദം കുറയുക. അപ്പം ഇതിൽ വിശ്വം എന്താണ് ലോകം അല്ലെങ്കിൽ പൂർണ്ണമായ എന്നുള്ള അർത്ഥം കേട്ടോ. ലോകം അല്ലെങ്കിൽ പൂർണ്ണമായ വിശ്വം. ഇനി വിളിപ്പാട് എന്ന് പറഞ്ഞാൽ എന്താ വിളിച്ചാൽ കേൾക്കുന്ന ദൂരമാണ് വിളിപ്പാട്.
വീഥി വഴി അല്ലെങ്കിൽ തെരുവാണ് വീഥി. വീരാപദാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, വീരകഥകളാണ് വീരാപദാനങ്ങൾ. വെന്നു ജയിച്ചു ആണ്. വെന്നു എന്ന് പറഞ്ഞാൽ ജയിച്ചു എന്നർത്ഥം കേട്ടോ. വെന്നു. വെറി എന്താണ്, കോപം, കലഹം അല്ലെങ്കിൽ ചൂട്, വെയിൽ എന്നൊക്കെ അർത്ഥം കേട്ടോ. വെറി എന്ന് പറഞ്ഞാൽ വേവ് എന്താണ്, ചുട്ടുനേറുന്ന മനോവേദനയാണ് വേവ്, അല്ലെങ്കിൽ അഗ്നി കൊണ്ടുണ്ടാകുന്ന പാകമാണ് വേവ് കേട്ടോ. വൈഭവം എന്ന് പറഞ്ഞാൽ ശക്തി, സാമർത്ഥ്യം, മഹാത്മ്യം. വൈഭവം എന്താണ്, ശക്തി, സാമർത്ഥ്യം, മഹാത്മ്യം. വ്യാക്ഷേപകം എന്ന് പറഞ്ഞാൽ എന്താ, ഭാവങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ശബ്ദവിശേഷണങ്ങളാണ്. ഉദാഹരണം ഉവ്, അയ്യോ, ഹോ എന്നൊക്കെ ഉള്ളതാണ് വ്യാക്ഷേപകം കേട്ടോ. ശരം എന്ന് പറഞ്ഞാൽ അമ്പ്, അസ്ത്രം. ശാഠ്യം പിടിവാശിയാണ്. ശിരസ്, തല. ഞാനിപ്പോൾ വീതി, വഴി, തെരുവാണ് കേട്ടോ. അതുപോലെ വീരാപദാനങ്ങൾ എന്താണ്, വീരകഥകളാണ്. പിന്നെ വെന്നു ഇമ്പോർട്ടൻ്റ് ആണ്, ജയിച്ചു എന്നാണ് കേട്ടോ. വെന്നു ജയിച്ചു ആണ്. പിന്നെന്താണ്, വ്യാക്ഷേപകം നമുക്കറിയാം എന്ത്, ഭാവങ്ങൾ പ്രകടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ശബ്ദവിശേഷണങ്ങളാണ് അല്ലേ, വിശേഷങ്ങളാണ്. ശരം, അമ്പ്, അസ്ത്രമാണ്. ഇനി ശുഭം എന്ന് പറഞ്ഞാൽ സൗഖ്യം, ക്ഷേമം, നന്മ. ശുഭം എന്ന് പറഞ്ഞാൽ എന്താണ്, സൗഖ്യം, ക്ഷേമം, നന്മ. ശുശ്രൂഷ, ശുശ്രൂഷ എന്താണ്, ശുശ്രൂഷ പരിചരണമാണ്. ശ്രീ എന്താണ്, ഐശ്വര്യം. സധൈര്യം, ധൈര്യത്തോടെ. സഫലം എന്ന് പറഞ്ഞാൽ ഫലമുള്ളതാണ്. സമൃദ്ധി എന്താണ്, ഐശ്വര്യം, വർധന. ഇനി എന്താണ്, സർഗവ്യാപാരം എന്ന് പറഞ്ഞാൽ സർഗപ്രവൃത്തിയാണ് സർഗവ്യാപാരം. സുന്ദരാലേഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, സുന്ദരമായ ചിത്രം അല്ലെങ്കിൽ സ്പഷ്ടം കേട്ടോ. അപ്പോൾ സുന്ദരമായൊരു ചിത്രത്തിന് സുന്ദരാലേഖ്യം എന്നും പറയും, സ്പഷ്ടം എന്നും പറയും. അതുപോലെ സംഘം കൂട്ടമാണ്. സംഭ്രാന്തി എന്താണ്, പരിഭ്രമം അല്ലെങ്കിൽ ഇളക്കം. ഹൈബ്രിഡ് വിത്ത് എന്താണ്, കാർഷിക ഗവേഷണങ്ങളിലൂടെ തയ്യാറാക്കിയ അത്യുൽപാദന ശേഷിയുള്ള സങ്കര വിത്താണ് കേട്ടോ ഹൈബ്രിഡ് വിത്ത്. റാന്തൽ വിളക്ക് എന്താണ്, പഴയ കാലത്ത് രാത്രികാലങ്ങളിൽ വെളിച്ചത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു തരം വിളക്കാണ് റാന്തൽ. പിന്നെ എന്താണ്, ശുഭം. ഇതിലേതൊക്കെയാണ്, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. അതുപോലെ എന്താണ്, പിന്നെ ശുഭം, സൗഖ്യം, അതുപോലെ ക്ഷേമം, നന്മ എന്നൊക്കെ ഉണ്ട്. അതുപോലെ എന്താണ്, സുന്ദരമായൊരു ചിത്രത്തിന് സുന്ദര ലേഖ്യം എന്നും പറയുന്നത് പോലെ സ്പഷ്ടം എന്നും പറയും കേട്ടോ. അതുപോലെ പിന്നെന്താണ് നമ്മൾ പഠിച്ചത്, സംഭ്രാന്തി, പരിഭ്രമം, ഇളക്കം. അപ്പോൾ നമ്മുടെ 7ാം ക്ലാസ്സിലെ മലയാളത്തിലെ പര്യായപദങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്